രുചിക്കൂട്ട്. നമുക്ക് ചുറ്റുപാടും കാണുന്ന പലതരത്തിലുള്ള പൂക്കളും ആഹാരത്തിന് ഉപയോഗിക്കാവുന്നതാണ്. രുചിയും മണവും ഒക്കെ കൂട്ടാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ അവയ്ക്കൊക്കെ ഔഷധ ഗുണങ്ങളുമുണ്ട്. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ചിലവയാണ് ചെമ്പരത്തിപ്പൂവ്, ശംഖുപുഷ്പം, അതുപോലെ തന്നെ മുല്ലപ്പൂവ്, റോസാപ്പൂക്കൾ, തുമ്പപ്പൂവ്. ഇതൊക്കെ ഇങ്ങനെ പലതരത്തിൽ ഉപയോഗപ്പെടുത്താം. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ധാരാളം ചെമ്പരത്തിപ്പൂവ് നമ്മളുടെ പുരയിടങ്ങളിലൊക്കെ കാണാറുണ്ട്. അത് ഓരോ ദിവസവും ഇങ്ങനെ വിടർന്നു കൊഴിഞ്ഞു പോവുകയാണ് പതിവ്. നമുക്കതെങ്ങനെയാണ് ഒരു ആരോഗ്യ പാനീയം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പം കുറച്ച് വെള്ളത്തിനകത്ത് തേനോ പഞ്ചസാരയോ എടുക്കുക. അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവും എടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി, കുറച്ച് കൂടുതൽ ഇഞ്ചി നമുക്കിതിന് വേണ്ടി ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ഗ്രാമ്പുവും തക്കോലവും, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതീയിൽ ചൂടാക്കും. പഞ്ചസാര ആണോ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഇട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. തേനാണെങ്കിൽ അതോടൊപ്പം ഇട്ട് തിളപ്പിക്കേണ്ട. വെള്ളം തിളച്ചതിന് ശേഷം ഒന്ന് ഇത്തിരി തണുത്തതിന് ശേഷം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു നല്ല ഭംഗിയുള്ള നിറമുള്ള ഒരു സിറപ്പായിട്ട് നമുക്ക് കിട്ടും. ആ സിറപ്പിനെ നമുക്ക് ഐസിട്ടോ സോഡയിട്ടോ നമുക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം, ഓറഞ്ച് ജ്യൂസ് ചേർക്കാം, ഐസ് ക്യൂബ്സ് ഇടാം, പുതിനയിലിട്ട് നമുക്ക് അലങ്കരിക്കാം. ഇതൊരു ഗ്ലാസ്സിൽ നിറച്ചതിന് ശേഷം കുറച്ച് വട്ടത്തിലരിഞ്ഞ നാരങ്ങ കഷ്ണങ്ങളായിട്ട് തന്നെ ഇട്ട് കുറച്ച് പുതിനയിലയും ഒക്കെ ഒഴിച്ച് വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു സിറപ്പിനെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് ഈ പറയുന്ന അത്ര മധുരം കുറഞ്ഞ ഒരു ശീതളപാനീയം കൂടി പറഞ്ഞു തരാം. അതിനു വേണ്ടി വെള്ളം ചൂടാക്കുക. ഒരു 80-70 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ നമുക്കൊന്ന് തണുപ്പിക്കാം. തണുപ്പിച്ചതിന് ശേഷം അതിലേക്ക് നന്നായി ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയുടെ ഒരു കഷ്ണം, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് തേന്, കുറച്ച് ഏലക്കപ്പൊടി, വേണമെങ്കിൽ ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി നമുക്കിതിലേക്ക് ഇടാം. ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് അതിൻ്റെ ജ്യൂസും സത്തും ഒക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് അരിച്ചെടുത്ത് നാരങ്ങ കഷ്ണങ്ങൾ അതിലേക്കിട്ട് കുടിക്കാവുന്നതാണ്. എന്ത് തന്നെയായാലും ഇത് വളരെ നല്ല ആരോഗ്യ പാനീയമാണ്. ഊർജം, പ്രതിരോധ ശക്തി, ഇതൊക്കെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഉപയോഗിക്കാം. അപ്പം ഇത്തരത്തിലുള്ള പാനീയങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന ഫലവർഗ്ഗങ്ങളുമൊക്കെ ഉപയോഗിച്ച് നമ്മളുടെ പ്രതിരോധ ശക്തിയെ ഉണർത്തി സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത്. എന്താണോ നമുക്ക് ലഭ്യമാകുന്നത് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരം ചില പാചകക്കുറിപ്പുകൾ പറയുന്നത്. ഓരോരുത്തർക്കും എന്താണോ ലഭ്യമാകുന്നത് അതുകൊണ്ട് എന്തുണ്ടാക്കാം എന്നൊന്ന് ചിന്തിച്ച് നമ്മളുടെ വീട്ടിലേക്ക് വേണ്ടതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി വയ്ക്കുക. രുചിക്കൂട്ട്. നിർവഹണം ലീന.